രി രി ഗ ഗ മ മ പ പ ഗ ഗ നി നി സ സ സ സ നി നി ദ ദ പ പ മ മ ഗ ഗ രി രി സ സ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എടുത്തു പറയാം. രണ്ട് സ്വരവും ഒന്നാണ്. ആരും അത് മറക്കാൻ പാടില്ല. രണ്ട് സാ പാടുന്നെങ്കിലും രണ്ട് സായും ഒന്നാണ്. ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റത്തെ സാ നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ആക്കി പാടുന്നതിനുള്ള രണ്ടാമത്തെ സാ നമ്മൾ ഒരു ഇത്തിരി പവർ കൊടുത്ത് പാടും. ഈ ഒരു ഡിഫറൻസ് അല്ലാതെ അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ എല്ലാവരും ഓർത്ത് വെക്കുക. എങ്ങനെയാണ്? സ സ രി രി ഗ ഗ മ മ പ പ ദ ദ നി നി സ സ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. ഇതിൽ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇരിക്കും നമ്മൾ പാടുമ്പം? താളം അടിച്ചിട്ട് വേണം പാടാൻ. ഓക്കെ, ആരും താളം അടിക്കാതെ പാടരുത്. കറക്റ്റ് താളം അടിച്ചിട്ട് വേണം പാടാൻ. താളം എപ്പോഴും കൂടെ കൊണ്ടുപോകണം. ഞാൻ പറയാറുണ്ട്, താളത്തിന് ഇട്ടുള്ളൊരു പണിയില്ല നമുക്ക്. എല്ലാത്തിനൂടെ നമ്മൾ താളവും പഠിക്കണം. ഓക്കെ, അപ്പോൾ സുഖം അൺമ്യൂട്ട് ചെയ്തേ. എന്ത് തോന്നുന്നു ഇന്ന് അനായാസം പാടാം ലെവൽ 2 ഫസ്റ്റ് ക്ലാസ്? എന്ത് തോന്നുന്നു? വെറൈറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? വെരി ഗുഡ്. അപ്പൊ ടീച്ചർ ഒന്നും ഇനി ഇതിൽ കൂടുതലും കേൾക്കണ്ടല്ലോ. ഒരു വിദ്യാർത്ഥി പറയാണ്, സാധാരണ ഞാൻ നെഗറ്റീവാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ പോസിറ്റീവായിട്ട് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു. തൊട്ടടുത്ത് സുനിൽകുമാർ ഉണ്ട്. രണ്ട് പുലികൾ അടുത്തടുത്ത് പുലിമടയിൽ ഇരിക്കുന്നു. രണ്ടുപേരും അടുത്തടുത്ത്. അപ്പൊ സുനിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സുനിൽ അൺമ്യൂട്ട് ചെയ്യൂ. എന്ത് തോന്നുന്നു സുനിൽ? താങ്ക് യു വെരി മച്ച് സാർ. എന്താ അറിയോ, ഞാൻ ലെവൽ 2 എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും കൈയെത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ വളരെ സാർ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനൊരു പാറ്റേൺ ഉള്ളതുകൊണ്ടേ നമുക്കത് മനസ്സിലാവുമ്പോൾ ഒരു സന്തോഷം. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. മനസ്സിലാവാതെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ ഒന്ന് കേട്ട് വോയിസ് നോട്ട് കേട്ട് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു വെരി മച്ച് സുനിൽ. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ നല്ല വാക്കുകളാണ് നമ്മുടെ എനർജി. ഓക്കെ, ബീനാപ്പി ഇങ്ങനെ എന്തോ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ബീനാപ്പി അൺമ്യൂട്ട്. എന്ത് തോന്നുന്നു ബീനാപ്പി? ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സ്വപ്ന തൊട്ടടുത്ത് ഇരിക്കുന്നു. സ്വപ്ന അൺമ്യൂട്ട് ചെയ്യോളൂ. സ്വപ്ന നമസ്കാരം. എന്ത് തോന്നുന്നു? പാടില്ലേ? അടുത്ത ക്ലാസ്സിൽ സൂപ്പറായിട്ട് പാടില്ലേ? ഷുവർ. ഓക്കെ, താങ്ക് യു. ശ്രീജ എന്ത് തോന്നുന്നു? മ്യൂട്ടായില്ല. സോറി. എങ്ങനെയുണ്ട്? നല്ല ക്ലാസ് ആയിരുന്നു. ടീച്ചർ പറഞ്ഞു തരുന്ന രീതി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചർ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്കത് നന്നായി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ ഉപകാരം. അപ്പൊ ഞാൻ ആ 4ാമത്തെ എക്സസൈസിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞില്ല, അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. സാർ പറഞ്ഞു ആ 5ാമത്തെ നോട്ട് വരുമ്പോ അവിടെ എന്താ ഒരു ബ്രേക്ക് പിടിക്കണം എന്ന് പറഞ്ഞു. ബ്രേക്ക് പിടിച്ചോളാം. വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സജി ജോസഫ് എന്ത് തോന്നുന്നു? നല്ല ക്ലാസ്സാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതിന്റെ ഗുണം വരാമോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഈ പറഞ്ഞ സ്വരങ്ങളൊക്കെ ഉള്ള, അതായത് മൃഗമൊക്കെ ഉള്ള പാട്ട് പാടുമ്പോൾ നിങ്ങൾ അകാരം ഇകാരൊക്കെ പാടാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. ഇപ്പൊ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ശ്രമിച്ചാൽ പറ്റില്ല. അപ്പൊ ഇത് കുറെ പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ അകാരം ഇകാരം എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല സംഭവങ്ങളും വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റും. ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്നിപ്പോ ഒരു ലൈവ് ഞാൻ പാടിപ്പിക്കുന്നുണ്ട് കുറച്ചു പേരെ. അപ്പൊ അതിലും കേൾപ്പിച്ചു തരാം. ഓക്കെ, പാടാൻ പറ്റില്ലെന്നുള്ളത്. അപ്പോ ഈ ഒരു സെയിം ഇൻട്രസ്റ്റിൽ തന്നെ പോവുക അവസാനം വരെ. 5 ക്ലാസ്സിൽ ടോട്ടല്. പക്ഷെ നിങ്ങൾ ഒരു 25 ക്ലാസ്സിൽ പഠിക്കും ഈ ഒരൊറ്റ ഡ്യൂറേഷനിൽ തന്നെ. അപ്പൊ താങ്ക് യു വെരി മച്ച്. സജീവ് നാരായണൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലേണറാണ്. സജീവ് നാരായണൻ വീഡിയോ ഉള്ളൂ. സജീവ് നാരായണൻ സാറേ, ഞാൻ ഇത് സാറ് മറ്റേ ബെറ്റ് മാം പറഞ്ഞ പോലെ ഇത് ലിറിക്സ് മാത്രം കണ്ടപ്പോ കുറച്ചൊരു അത്ഭുതത്തോടെ കണ്ട സാധനം ടീച്ചറുടെ ആ ഒരു ആലാപന ശുദ്ധിയിലൂടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഇത് തോന്നി. പക്ഷെ അതിനകത്ത് സാർ ഒരു ടിപ്പ് ഇടയ്ക്ക് കേട്ടിയില്ലേ? ആ ഒരു
അപ്പൊ നമുക്ക് സാറിന് ചില ട്രിക്സ്, അത് ടിപ്സിനേക്കാൾ കൂടുതൽ ട്രിക്സ് എന്ന് പറയുന്നത് അത് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് ഒരുപാട് കുഴഞ്ഞിട്ടുണ്ടെന്നേ. ഇത് ഞാൻ പഠിച്ച സമയത്ത് എനിക്കിത് പറഞ്ഞു തരില്ല. അപ്പൊ ഞാൻ ഒരുപാട് കുഴഞ്ഞിട്ടുണ്ട് ഈ പല സ്ഥലങ്ങളിലും. ആ കുഴയിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പല സംഘങ്ങളിലും നമ്മൾ ടെക്നിക്കലും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ കുഴയുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ എളുപ്പമാക്കും എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അപ്പൊ താങ്ക് യു. അത് നല്ലൊരു ഒബ്സർവേഷൻ ആണ്. യെസ്, വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും പാടും. ഇതിനകത്തുള്ള എല്ലാവരും ഭംഗിയായിട്ട് പാടും, ഒരു സംശയമില്ല. സുധീഷ് കുമാർ ഒക്കെ നന്നായിട്ട് എല്ലാം പ്രാക്ടീസ് വരുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് നോക്കാം സുധീഷ് കുമാർ എന്ന് പറയാം. സുധീഷ് കുമാർ നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഇത് പാടി ടീച്ചർക്ക് കൊടുക്കണം. ടീച്ചർ അപ്പൊ അടുത്ത ക്ലാസ്സിൽ റിവ്യൂ വെക്കണോ അതോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5th എക്സസൈസ് വിത്ത് ആകാരം കൊടുത്തിട്ട് അതിന്റെ അടുത്ത ക്ലാസ്സിൽ റിവ്യൂ വെക്കണോ? ഏതാ വേണ്ടത്? ഇതിന്റെ റിവ്യൂ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കാം. ഓക്കെ റൈറ്റ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് റിവ്യൂ എടുത്തിട്ട് അടുത്തേക്ക് പോകാം. നോ ഇഷ്യൂസ്. അതാ നമുക്ക് വരുന്ന പാടി ഒന്ന് ഓക്കെ ആയെന്ന് നമുക്ക് ആ വലുത് കൊടുക്കാം. ശരി. അപ്പൊ ബിന്ദു കെ വി കൺവീട്ട് ചെയ്ത് ബിന്ദു കഴിഞ്ഞ് ഞാൻ മിഥിലേഷിലേക്ക് പോകാം. എന്തോന്നു ബിന്ദു? നമസ്കാരം മാഷെ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മാഷിന്റെ ടീച്ചറിന്റെ എല്ലാം ക്ലാസ് വളരെ മനോഹരമായിട്ടുണ്ട്. സിന്ധുവിലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൃഷ്ണപ്രിയ കഴിഞ്ഞിട്ട് നമുക്ക് ടീച്ചറോട് ബൈ പറയാം. അതിനുശേഷം ഞാൻ നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് വരാം. സിന്ധു എസി. സിന്ധു റെഡിയല്ലേ? അതെ, സിന്ധു എ. പാടാനല്ലേ ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല ക്ലാസ് ആയിരുന്നു. ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ശൈലി നമുക്കിങ്ങനെ ഒന്നും അറിയാത്തവർക്കും പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ശൈലിയാണ് ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്ന രീതി. ഒട്ടും നമുക്ക് അറിയില്ലെങ്കിലും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരികയാണ്. അതാണ് ഞങ്ങളുടെ ടെക്നിക്സ് അല്ലേ ടീച്ചർ? അതെ. റൈറ്റ്. താങ്ക് യു. കൃഷ്ണപ്രിയ, ലാസ്റ്റ് കൃഷ്ണപ്രിയ. നമസ്കാരം ടീച്ചർ. എന്ത് തോന്നുന്നു? എനിക്ക് ആദ്യം ഓരോ നോട്ട്സുകൾ കണ്ടപ്പോ ആദ്യം ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ പഠിച്ചെടുക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നല്ലതായിരുന്നു. താങ്ക് യു. അപ്പൊ ടീച്ചർ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇനി അധികം ഞങ്ങള് ബുദ്ധിമുട്ടില്ല. ടീച്ചർ ഇത്ര നേരം ടീച്ചർ എനർജി കംപ്ലീറ്റ് ലൂസ് ആയെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇവർക്ക് ചെറിയൊരു പണി കൂടി കൊടുത്തിട്ട് ഞങ്ങളൊരു 10-15 കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചർ താങ്ക് യു വെരി മച്ച്. ശുഭരാത്രി സുഹൃത്തിന്. അപ്പോ ടീച്ചർക്ക് പ്രയർ നമുക്ക് ലാസ്റ്റ് പോകാം. ടീച്ചർ അങ്ങനെ ഗ്രഹിപ്പിക്കുന്നില്ല. അപ്പൊ താങ്ക് യു വെരി മച്ച് ടീച്ചർ. ടീച്ചർക്കുള്ള സ്നേഹം ചാറ്റിൽ കൊടുത്തോളൂ. നിങ്ങൾ അതിനുശേഷം ടീച്ചർ പോയിക്കോട്ടെ. നമുക്ക് ഒരു 10-15 കണ്ടിന്യൂ ചെയ്യാം. റൈറ്റ്.